യദ്യുത്തമശ്ലോകഭവാന്നമീരിതം വചോവ്യളീകം സുരവര്യമന്യതേ കരോമിഋതം തന്ന ഭവേത് പ്രലംബനം പദം തൃതീയം കുരു ശീർഷ്ണിമേ നിജം. അങ്ങ് ഞാൻ പറയുന്ന വാക്ക് സത്യമാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സത്യമാക്കാനായിട്ട് വഞ്ചിച്ചതല്ല എന്ന് ഉറപ്പുവരുത്താനായി അങ്ങ് എൻ്റെ ശിരസിൽ അങ്ങയുടെ പാദം വയ്ക്കുക എന്ന് ചോദിച്ചു വാങ്ങിയതാ. മൂന്നാമത്തെ അടി എൻ്റെ ശിരസിൽ വയ്ക്കൂ എന്ന്. ഒന്നാമത്തെ അടി ഇളക്കുമ്പോൾ കാലങ്ങോട്ട് നീണ്ട് വന്നു. രണ്ടാമത്തെ അടിയിൽ നടന്നപ്പോൾ സത്യലോകവും കടന്ന് മഹർലോകം, ജനലോകം, തപലോകം എന്നൊക്കെ പറഞ്ഞ് കയറി വന്നു. ഇവിടെ ആ ബലിചക്രവർത്തിയുടെ തലയിൽ വയ്ക്കുമ്പോൾ കാല് ചുരുങ്ങിയോ ഇല്ല, തല വീർത്തോ ഇല്ല, അർഹത നേടി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരണാഗതി, പ്രപത്തി എന്നാണ് അതിനെ പറയുക. എല്ലാം വിട്ട് ഭഗവാന്റെ പാതാരവിന്ദം മാത്രമേ ഉള്ളൂ എന്നുള്ള ശരണം അല്ലേ. ഭഗവാന്റെ പാദത്തിൽ ശരണം പ്രപിച്ചു വെച്ച് അമ്പലത്തിൽ വന്ന് കല്ലിൽ തല മണ്ട മുട്ടിയിട്ട് കാര്യമില്ല. അവിടെ പാദത്തിനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. ആ പാദത്തിൽ എല്ലാത്തിനും നിദാനം ആ പ്രപത്തി അല്ലെങ്കിൽ ശരണാഗതിയാണ്. മൂന്നാമത്തടി കൃത്യം പാദത്തെ ആശ്രയിക്കാൻ തോന്നിയത് മഹാബലിയുടെ സുഹൃതം. വാസ്തവത്തിൽ എന്താ ചെയ്തത് ഭഗവാൻ? നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഭഗവാൻ കാല് നീണ്ടു വീർത്തു എന്നൊക്കെ പറയണു. വാസ്തവത്തിൽ അതൊന്നും അല്ല ചെയ്തത്. മഹാബലിക്ക് ഞാനാണ് ബലിഷ്ഠൻ, ഞാനാണ് എല്ലാത്തിനും ഉന്നതൻ എന്നുള്ളൊരു അഹംഭാവം ഉണ്ടായിരുന്നു. ആ അഹംഭാവത്തെയാണ് ഒരു അടി കൊണ്ട് തീർത്തിയത്. ഒരടി കൊണ്ട് ഭഗവാന്റെ അഹങ്കാരത്തെ തീർത്തു. മമ, എൻ്റെതാണ് ഈ ത്രിഭുവനം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അത് രണ്ടാമത്തെ അടി കൊണ്ട് മടുത്തു. അപ്പോഴേക്കും മനസ്സ് പട്ടുപോലെയായി, ശുദ്ധമായി, ശരണാഗതിയിലേക്ക് എത്തിക്കാനായിട്ട് തോന്നി. അതാണ് ഭക്തിയുടെ മാർഗം. ഞാനെന്നും എൻ്റേതെന്നും തോന്നുന്ന ഭാവം എപ്പോൾ മാർഗുന്നുവോ അപ്പോഴാണ് ഭക്തി. അഹങ്കാരമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അല്ലേ. കംസന് അഹങ്കാരമായിരുന്നു. ആ അഹങ്കാരം പോയപ്പോൾ തന്നെ കംസൻ കുറേയൊക്കെ ശരിയായി. ജരാസന്ധനും വേറൊരു തരത്തിൽ അഹങ്കാരമായിരുന്നു. ആ അഹങ്കാരം പോയപ്പോഴാണ് ജരാസന്ധനും രക്ഷപ്പെട്ടത്. അത് ഭക്തിയുടെ മാർഗം അതാണെന്ന് നമ്മൾ ഹരിനാമകൃത്തത്തിൽ പറയും. ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. അഥവാ ഞാനെന്ന് തോന്നുകയാണെങ്കിൽ അഖിലം നാരായണം, എല്ലായിടത്തും നാരായണനാണെന്ന് തോന്നും. മഹാബലി ആരാ? നിസ്സാരക്കാരനല്ല. പ്രഹ്ലാദന്റെ പേരക്കുട്ടി. പ്രഹ്ലാദൻ ഭക്തോത്തമൻ. പ്രഹ്ലാദനെ ഭക്തനാക്കിയതോ നാരദൻ. പക്ഷെ പേര് പറയുമ്പോൾ നാരദ പറയില്ല. പ്രഹ്ലാദ നാരദ പരാശര പുണ്ടരീക എന്നാണ് പറയുന്നത്. പ്രഹ്ലാദനാണ് പ്രധാന സ്ഥാനം. ആ പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ച മഹാബലിക്ക് അതിൻ്റെ വാസന തോന്നാതിരിക്കുമോ? ആ വാസനാബലമാണ് ഈ ശരണാഗതിക്ക് തയ്യാറായി വന്നത്. അസുരപ്പട എതിർത്തു, പക്ഷേ ബലി വിലക്കി. അസുരപ്പട എന്താ പറഞ്ഞ? പറ്റിച്ചു എന്ന്. സ്വമനസ്സാൽ ഞാൻ സമർപ്പണം ചെയ്തതാണ്, ഞാൻ പറ്റിച്ചില്ല, എന്നെ ആരും പറ്റിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ബലി മഹാത്മാവാകാൻ കാരണം. കേസ് കൊടുത്തുവോ? ഇല്ല. എന്നെ പറ്റിച്ചു ഭഗവാൻ പറഞ്ഞ് കേസിനും കൂട്ടത്തിനൊന്നും പോയില്ലല്ലോ. അവിടെ സമർപ്പണഭാവമാണ് കാണിച്ചത്. മാണവകനായി സർവചരാചരങ്ങൾക്കും ആശ്രയമായ സാക്ഷാത് വിഷ്ണു ഭഗവാനാണ് യജ്ഞവ്രതത്തെയും സത്യവ്രതത്തെയും മാനിച്ച് അസുരനായ മഹാബലി ഭഗവാനെ ആദരിച്ചു. എങ്ങനെ? സത്യത്തിനെയും യജ്ഞത്തിനെയും ഒരേപോലെ പരോക്ഷ രൂപത്തിൽ വന്ന് അങ്ങ് ശത്രു രൂപത്തിലുള്ള എൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞാണ് നമസ്കരിച്ചത്. എൻ്റെ വാക്കിനെ സത്യമാക്കി തരൂ എന്നാണ് പറഞ്ഞത് അല്ലേ. എന്താ കാരണം? ആയുസ് പോയാൽ നിശ്ചേഷ്ടമാകുന്നതാണ് ഈ ദേഹം. ഈ ദേഹം കൊണ്ട് പിന്നെ എന്താ പ്രയോജനം? മക്കളും ബന്ധുക്കളും ഒക്കെ സമ്പത്തിൽ കണ്ണുവച്ചിരിക്കുന്ന കള്ളന്മാരാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ദേഹം ഇന്നല്ലെങ്കിൽ നാളെ വിട്ടുകളയേണ്ടതാണ്. അപ്പോൾ അതിനൊരു നിവാസഗൃഹം, ഈ ഭൂമിയൊക്കെ എൻ്റേതാണെന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? ദേഹമേ ഉണ്ടാകാൻ പോണില്ല. ആ ദേഹത്തിനുള്ള നിവാസ കേന്ദ്രത്തിൽ എന്താ കാര്യം? എൻ്റെ പിതാമഹനായ ആ പ്രഹ്ലാദൻ ഭഗവത് പാദത്തെ മാത്രമാണ് ആശ്രയിച്ചത് അല്ലെ. എന്ത് വന്നപ്പോഴും ഗോവിന്ദ പരിരംഭിത എന്നാണ്. ആനയെ വിട്ടടിക്കാൻ പുറപ്പെട്ടപ്പോൾ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്നൊരു വാക്കേ പറഞ്ഞുള്ളൂ. ആ ആന പ്രഹ്ലാദനെ പ്രദക്ഷിണം വെച്ച് നമസ്കാരം വെച്ചിട്ടാണ് പോയത്. പാർവതത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ തട്ടാൻ തറപ്പെട്ടപ്പോൾ സത്യസന്ധനായ തൻ്റെ മകനെ കാക്കണമെന്ന് ഭൂമിദേവി അങ്ങോട്ട് പൂമാല പോലെ സ്വീകരിച്ചു. തീയെ അല്ലേ, തീയിലിട്ട് ചുട്ടുപൊരിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അഗ്നിദേവൻ, ഭഗവാന്റെ മുഖമാണ് അഗ്നിദേവൻ. അതുകൊണ്ട് അഗ്നിദേവൻ ഭഗവാന്റെ തന്നെ ഭക്തനായ പ്രഹ്ലാദനെ ഒന്നും ചെയ്തില്ല. വിഷം കൊടുത്തപ്പോഴോ അമ്മയെ കൊണ്ട് തന്നെ കൊടുപ്പിച്ചു.
ആ വിഷം കഴിക്കുമ്പോഴും സർവം കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രഹ്ലാദൻ സ്വീകരിച്ചത്. അതുകൊണ്ട് പ്രഹ്ലാദനെ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഭഗവത് പാദത്തെ മാത്രം ആശ്രയിച്ചിരുന്ന പരമഭക്തനാണ് പ്രഹ്ലാദൻ. ഐശ്വര്യം ഇപ്പോൾ എനിക്ക് പോയി, എങ്കിലും ഞാനും ശത്രുരൂപത്തിൽ വന്ന അങ്ങയുടെ സമീപത്തേക്ക് ഇതാ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഐശ്വര്യം അത്തട എന്തു ചെയ്യും? വഴി പിഴപ്പിക്കുന്നതാ. അപ്പോഴേക്കും ബാക്കി ബലിക്ക് എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഹം തീർക്കണ്ടേ? അവിടെ ആഗതനായി പ്രഹ്ലാദൻ. മുത്തച്ഛനെ നോക്കി ബലി. വരുണപാശബന്ധിതനായ ആ മഹാബലിക്ക് മുത്തച്ഛന് അർഘ്യപാദാദികൾ നൽകി സൽക്കരിക്കാനായില്ല. നിറ കണ്ണുകളോടെ തല കുനിച്ച് നമസ്കരിക്കുക മാത്രം. ബലിയുടെ മോഹമൊക്കെ ക്ഷയിച്ചു. അവനെല്ലാം കൊണ്ട് മുക്തനായി. ഭരണപാശത്തിൽ ബന്ധിതനാണെങ്കിലും മുക്തനാണ് എന്ന് തിരിച്ചറിഞ്ഞ മുത്തച്ഛൻ വളരെ തൃപ്തനായി. ഇത്രേ വാമനമൂർത്തിയെ കണ്ട് രോമാഞ്ചകഞ്ചുകിതനായ ആ പ്രഹ്ലാദൻ പറഞ്ഞു, ത്വയൈവ ദത്തം പദം, അങ്ങ് കൊടുത്തതല്ലേ, ജനിച്ചു വരുമ്പോൾ ആരൊന്നും കൊണ്ടുവരുന്നില്ല. ഇപ്പോഴെന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവത് അനുഗ്രഹം മാത്രമാണ്. അപ്പൊ ത്വയൈവ ദത്തം പദം ഐന്ദ്രം ഊർജിതം, ഉന്നതമായ ഇന്ദ്രപദവി അങ്ങ് തന്നെയല്ലേ കൊടുത്തത്. ഹൃദം തദൈവാദ്യ, അത് തന്നെ ഇന്ന് അപഹരിക്കപ്പെട്ടിരിക്കുന്നു. തഥൈവ ശോഭന, അത് എന്തായാലും നന്നായി ഭഗവാനേന്ന് മന്യേ, ഞാൻ വിചാരിക്കുകയാണ്, മഹാനസ്യ കൃതോഹി അനുഗ്രഹം, ആർക്കും കിട്ടാത്ത അനുഗ്രഹമാണ് എൻ്റെ പേരക്കുട്ടിക്ക് കിട്ടിയത് എന്ന്. വിഭ്രംസിതോ യച്ഛയ ആത്മമോഹനാത്, തന്നെ തന്നെ മോഹിപ്പിക്കുന്ന സമ്പത്തുണ്ടല്ലോ, അതിൽ നിന്നും രക്ഷിച്ചില്ലേ എന്ന്. ആ സമ്പത്തിന് ഇത്രയൊക്കെ വലിയ പ്രത്യേകതയുണ്ടോ? പറയാണ്, ഏതൊരു വിദ്വാനാണോ ഈ സമ്പത്ത് കൊണ്ട്, നല്ല അറിവുണ്ട്, എല്ലാമുണ്ട്, സമ്പത്ത് വരുമ്പോൾ ഭാവം അങ്ങോട്ട് മാറുകയാണ്. അത് തൻ്റെ ഗതി തന്നെ എന്തിലേക്ക്, താൻ പടുകുഴിയിലേക്കാണ് വീണതെന്ന് തിരിച്ചറിയില്ല അത്രേ. അതുകൊണ്ട് ജഗതീശ്വരനായ അങ്ങയ്ക്ക്, എല്ലാ നാരങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ആശ്രയമായ അങ്ങയ്ക്ക്, ലോകത്തിനെ മുഴുവൻ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു അല്ലേ. അനുഗ്രഹമാണ് അങ്ങ് ചെയ്തത്. രാജകീയ ഐശ്വര്യം വരുത്തി വെച്ചു കുറേ അഹങ്കാരം, ആ ആത്മവിസ്മൃതി, ആത്മാവിനെ മറന്നുപോയി. അതാണ് ഇപ്പം അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുവല്ലോ എന്ന്. അരൺമനയിൽ വെച്ച് ശ്രീരാമചന്ദ്ര പ്രഭുവിന് വസിഷ്ഠ മഹർഷി യോഗവാസിഷ്ഠം എന്നുള്ള രൂപയിലും ഇതേപോലെ ഉപദേശിച്ചു. യുദ്ധക്കളത്തിൽ അർജുനനോട് ഭഗവാൻ ഗീതാതത്വം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു. എല്ലാത്തിൻ്റെയും സാരം ഒന്നാണ്. കാരണം മതം ഒരുത്തനെ വഴിതെറ്റിക്കും എന്ന്. ആ പദവി ആളുമ്പോൾ ആത്മതത്വത്തെ പറ്റി ആർക്കും ആലോചിക്കാൻ തോന്നില്ല അത്രേ. അതുകൊണ്ട് അങ്ങ് അനുഗ്രഹമാ ചെയ്തത് എന്ന് പ്രഹ്ലാദൻ പറഞ്ഞു. സ്വഭർത്താവിനെ ബന്ധനസ്ഥനായി കണ്ട വിന്ധ്യാവലി ഭയത്തോടെ വാമനനെ പ്രണമിച്ച് ഒരു അപ്ലിക്കേഷൻ കൊടുത്തു, ഒരു നിവേദനം. എന്താണ് പറഞ്ഞത്? ഈ 3 ലോകവും ക്രീഡാർത്ഥം, വിഹരണത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് അല്ലേ. മൂഢന്മാരെന്ത് ചെയ്യുന്നു? താനാണ് ഇതിൻ്റെ സ്വാമി എന്ന ഭാവം അതിൽ ചെലുത്തുന്നു. അങ്ങ് തന്നെ അവരോധിച്ചതായ കർത്തൃത്വ അഭിമാനത്തോടെയാണ് ഞാനാണ് കർത്താവ് എന്നുള്ളതായ സംഹാരകനായ ഈശ്വരനെ പോലും യോഗേശ്വരൻ എന്ന ഭാവത്തിൽ ദാനം ചെയ്യാൻ പുറപ്പെട്ട ഒരാള് ഭർത്താവിനെ കുറിച്ച് പറയാണ്. താനാണ് എല്ലാം വലിയ ആളെന്ന് സർവ്വലോകത്തിനും സാക്ഷിഭൂതനായ, ലോകത്തെ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്ന അങ്ങയ്ക്ക് തൻ്റേതാണെന്ന് പറഞ്ഞ രാജ്യത്തെ ദാനം ചെയ്യാൻ പുറപ്പെട്ടുവല്ലോ എന്നാണ് ആ വിന്ധ്യാവലി പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനുണ്ടായ മോഹത്തെ നീക്കി രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ബ്രഹ്മാവ് എന്താ പ്രാർത്ഥിച്ചത്? ബ്രഹ്മദേവ് രംഗത്തെത്തിയിട്ട് പറയാണ്, സർവസ്വം അങ്ങ് അപഹരിച്ചെടുത്തു കഴിഞ്ഞുവല്ലോ, ആ ബലിയെ മുക്തനാക്കണമേ എന്നാണ് വാമനമൂർത്തിയോട് അപേക്ഷിച്ചത്. ബലിയുടെ ദാനപ്രഭാവത്തെ വാഴ്ത്തിക്കൊണ്ടാണ് ബ്രഹ്മാവ് തുടർന്നത്. സുഗന്ധദ്രവ്യങ്ങളൊന്നും ഇടാതെ വെറും ജലം കൊണ്ട് ഈശ്വരപാദത്തെ കഴുകി ഒരു പുൽത്തൊമ്പെടുത്ത് ഭഗവാന്റെ പാദത്തിൽ പൂജ ചെയ്താൽ പോലും ഉത്തമഗതി ഉണ്ടാകും എന്നാണല്ലോ പറയുന്നത്. പത്രം പുഷ്പം ഫലം തോയം ഭക്തിയായോമേ പ്രയച്ഛതി എന്നല്ലേ ഭഗവാൻ പറഞ്ഞത്. എനിക്കൊരു പൂ തന്നാൽ മതി, ഒരു കഷ്ണം പുല്ല് തന്നാലും മതി, ഭക്തിയോട് തന്നാൽ ഞാൻ അവനെല്ലാം കൊടുക്കുന്നല്ലേ പറഞ്ഞത്. ഉത്തമഗതി ഉണ്ടാകും എന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്. ഭഗവാന്റെ വാക്ക് നുണയാകാൻ പാടുമോ? ബലി ഒരു വാട്ടവും കോട്ടവും ഇല്ലാതെ ആ 3 ലോകവും അങ്ങക്ക് തന്നില്ലേ, ഇനിയെങ്കിലും അദ്ദേഹത്തെ മുക്തനാക്കിക്കൂടെ? ഇതാണ് ചോദിച്ചത് അല്ലേ. കഥം ആർത്തി മറിച്ചത് എല്ലാം കൊടുത്തവന് ഇങ്ങനൊരു ദുഃഖം ഉണ്ടാകാൻ പാടുമോ ഭഗവാനെ? ആ വർണ്ണപാശത്തിൽ നിന്നൊന്ന് മുക്തമാക്കൂ എന്നാണ് പറഞ്ഞത്. മഹാബലിക്ക് ഈ സമ്പത്താണ് പ്രശ്നം. ആ സമ്പത്തെ നീക്കി കൊടുത്താൽ മഹാബലി എൻ്റെ പാദങ്ങളിൽ വരുന്ന എനിക്ക് അറിയാം. ഇതാണ് ബ്രഹ്മദേവനോട് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ജന്മം കൊണ്ട്, കർമ്മം കൊണ്ട്, വയസ്സുകൊണ്ട്, സൗന്ദര്യം കൊണ്ട്, വിദ്യ കൊണ്ട്, ഐശ്വര്യം കൊണ്ട് ആർക്കും സ്തംഭം ഉണ്ടാകരുത്, അഹങ്കാരം ഉണ്ടാകരുത്.
അഹങ്കാരമുണ്ടായാൽ ഞാൻ അതിനെ തീർക്കും. ഇതെൻ്റെ അനുഗ്രഹമാണ്. ഇന്ദ്രൻ ഗോകുലത്തിലെ 7 ദിവസം അസാരം മഴ പെയ്ച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? ഗോകുലവാസികളെ മുഴുവൻ രക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ദ്രമതം അടക്കാൻ, ഇന്ദ്രന്റെ ഗർവ് തീർക്കാനാണ് ഗോവർദ്ധനയാഗം നടത്താൻ പറഞ്ഞത്. ഗർവിനെ തീർക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടം. അക്രൂരൻ എത്ര നല്ല ഭക്തൻ! അക്രൂരന്റെ ഗർവ് തീർക്കാനല്ലേ ഭഗവാൻ ആ സമന്തകരത്നത്തിനെ എടുത്തു കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചതും തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തരുമോന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ചോദിച്ച് ആ അഹങ്കാരത്തെ അവിടെ ശമിപ്പിച്ചു. അതുപോലെ മാനസ്തംഭനമീത്തേനാം ജന്മാദീനാം സമന്തര, അഭിമാനം, അതുകൊണ്ടുള്ള അഹങ്കാരം, താൻ ജനിച്ചത് വലിയ കുടുംബത്തിൽ, ഇതൊക്കെ വാസ്തവത്തില് മോഹിച്ചു പോവാണ് നമ്മൾ, മോഹത്തിൽപ്പെട്ട്. എന്നെപ്പോലെ ആരുണ്ട് എന്ന്. നമ്മളൊക്കെ വസ്ത്രവിധാനം കണ്ടിട്ടാണ് ഒരാളെ ബഹുമാനം കണക്കാക്കുക. ആ വസ്ത്രബഹുമാനം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇവനേക്കാളും ബുദ്ധി ഉണ്ടാവും. വേഷവും വിധാനവും ഒന്നും അല്ല പ്രധാനം, മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടോ എന്ന് അറിയുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞു എന്ന്. മാനസ്തംഭ നിമിത്താനാം ജന്മാദീനാം സമന്തര സർവശ്രേയ പ്രദീപാനാം ഹന്തമുഖ്യേത് നമത്പരഃ. എന്നെ ആശ്രയിക്കുന്ന ഒരുത്തനെ അഹങ്കാരമുണ്ടാവില്ല. ഇയാൾ ആരായിത്തീരും? ഏഷ ദാനവദൈത്യാനാം അഗ്രണീഹി കീർത്തിവർദ്ധനഃ. ദാനവദൈത്യന്മാരിൽ വെച്ച് ബലി എന്ന് പറയപ്പെടും. മാത്രമല്ല അജയിഷീദ് അജയാം മായാം. ഈ മായയെ ജയിക്കാൻ സാധാരണ ദേവന്മാർക്ക് പോലും പറ്റില്ല. ആ മായയെ ജയിച്ചവനാണിവൻ. ഇവൻ അതുകൊണ്ട് എന്തായാലും എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നിട്ടും ഭഗവാന്റെ മായയെ ജയിച്ചു അല്ലെ. ക്ഷീണ രിക്തഃ, പണമൊക്കെ പോയി. ച്യുത സ്ഥാനാത്, 3 ലോകത്തിന്റെയും അധിപതി എന്നുള്ള സ്ഥാനഭ്രംശം വന്നു. ക്ഷിപ്തഃ, ശപിക്കപ്പെട്ടു. ബദ്ധഃ, ഭരണപാശത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടു. ജ്ഞാതിഭിഹി പരിത്യക്തഃ, ബന്ധുക്കൾ കൂടി കഷ്ടേ, ഇനി മഹാബലിയുടെ കൂടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു. പക്ഷെ യാതനാം അനുപായിതഃ, പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചു. ഗുരുണാ ഭർസിതഃ, ഗുരുവിനാൽ നിന്ദിക്കപ്പെട്ടു. ജഹൗ സത്യം ന, എന്നിട്ടും ആ സത്യം ഉപേക്ഷിച്ചില്ല. ഇത്രയും വലിയ മഹാനാരാ ഉള്ളത്? ചലൈരുക്രോമയ ധർമ്മം, ഞാനും പറഞ്ഞു കൊടുത്തു. വഞ്ചകനായിട്ടാണെങ്കിലും ധർമ്മത്തെക്കുറിച്ച് ബോധിപ്പിച്ചു. നയം ത്യജതി സത്യവാക്ക്, എന്നിട്ടും തൻ്റെ സത്യത്തെ ഉപേക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് അമരൈരവി ദുഷ്പ്രാപ്യം, ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത സുതലം എന്ന സ്ഥലത്തേക്ക് ഇവനെ പറഞ്ഞേക്കാണ്. സാവർണേരന്തരേ, സാവർണി എന്ന മന്വന്തരത്തിൽ ഇന്ദ്രോ മഹായശഃ, ഇവൻ ഇന്ദ്രനായി തീരുമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അതുവരെ സുതലത്തിൽ പോയിരിക്കട്ടെ. ദേവന്മാർക്ക് പോലും എത്താൻ പറ്റാത്ത സ്ഥലം. അവിടെ ആധികളില്ല, വ്യാധികളില്ല, വിയർപ്പില്ല, മടിയില്ല, തോൽവിയില്ല. അവിടെ ഒരു തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളുമില്ല. അതുകൊണ്ട് ഹേ ഇന്ദ്രസേന എന്ന് വിളിച്ചു. മഹാരാജ യാഹി ഭോ ഭദ്രമസ്തുതേ, നിനക്ക് നന്മ വരട്ടെ. പൊക്കോളോ സുതലം സ്വർഗിഭിപ്രാർത്ഥ്യം ജ്ഞാതിഭി പരിവാരിത, നീ ബന്ധുക്കളോടുകൂടി സുതലത്തിൽ പൊക്കോളോ എന്ന് പറഞ്ഞു. മഹാബലി തലയിൽ വെച്ചിരിക്കുന്ന കൈ പിടിച്ചു ഇത്രേ. ഞാൻ വിടില്ല, ഞാൻ വിടില്ല, 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 ഇപ്പൊ ഞാൻ പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. എനിക്ക് സുതലം എന്ന് വന്നാലൊന്നും കാര്യമില്ല, ഞാൻ പോണില്ല, എനിക്ക് ഭഗവാനെ കണ്ടോണ്ടിരുന്നാ മതി എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, നത്വാമഭി ഭവിഷ്യന്തി ലോകേശ കിമുദാപരെ, നിന്നെ ഒരൊറ്റ ആൾ ആക്രമിക്കില്ല. നിന്റെ ആജ്ഞ അനുവർത്തികളല്ലാത്തവരെ ഞാൻ ചക്രം കൊണ്ട് വധിക്കും. അത് പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. അപ്പോഴാണ് പറഞ്ഞത്, രക്ഷിഷ്യേ സർവതോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ദ്രക്ഷ്യതേ ഭവാൻ. നിന്നെ എല്ലാപ്പോഴും ഞാൻ രക്ഷിച്ചുകൊണ്ടിരുന്നോളാം. എപ്പോഴും നിനക്ക് എന്നെ കാണാൻ പാകത്തില് നിന്റെ വീട്ടിലെ കാവൽക്കാരനായി തീരാം. ഇന്നൊരു അനുഗ്രഹം കൊടുത്തതോടുകൂടി ബലി സമ്മതിച്ചു അത്രേ. ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാലോ. അതെങ്ങനെ? തന്റെ കുടുംബക്കാരോടൊപ്പം. ഇവയാൽ എന്നിട്ട് പറഞ്ഞു, ദാനവ ദൈത്യാനാം സംഘാത്, ദാനവന്മാരുടെയും ദൈത്യന്മാരുടെയും കൂട്ടുകൂടിയത് കൊണ്ട് നിന്റെ ഉള്ളിലെ ആസുരം എന്നൊരു ഭാവമുണ്ട്, അസുരഭാവം. അത് എന്നെ കണ്ടതോടുകൂടി അതും ഇല്ലാതായി തീർന്നിരിക്കുന്നു. നീ ആകെ എല്ലാ തരത്തിലും നീ ശ്രേഷ്ഠനായി തീരും എന്ന് അല്ലേ. അപ്പൊ വാസ്തവത്തിൽ നമ്മളൊക്കെ ഒരു സന്ദേശത്തിലുണ്ടെന്ത്? വാമനമൂർത്തി മഹാബലിയെ ചവിട്ടിത്താത്തിയെന്ന് ഒരിക്കലുമില്ല. അഹങ്കാരത്തെയാണ്, വൈഭവത്തെയാണ് ഇല്ലാതാക്കിയത്. തൻ്റെ ഭക്തന് സ്വർഗവാസികൾ പോലും പ്രാർത്ഥിക്കുന്ന ആ സുതലമാണ് കാഴ്ചവെച്ചത് അല്ലേ. സാധാരണ പറയും ഉത്തമനാണ് ഉരുവിക്രമൻ എന്ന്. ത്രിവിക്രമനെ ഉത്തമനായിട്ടാണ് പറയാ. എന്താ കാരണം? മണ്ണൈ കേട്ട് തന്നെയെ കൊടുത്താൻ എന്നാണ്. മണ്ണിനെ ചോദിച്ചു, അതിന് പകരം വെച്ചത് എന്താണെന്നറിയോ? അവനവനെ. കാരണം ബലി വഞ്ചിക്കപ്പെട്ടു എന്ന് നമ്മൾ ഉദ്ഘോഷിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വഞ്ചിക്കപ്പെട്ടത് ഭഗവാനാണ്. ബലിയാൽ കീഴടക്കപ്പെട്ടു. എന്താ കാരണം? ബലിയുടെ വീട്ടിലെ കാവൽക്കാരൻ ആരാ? ത്രിലോകേശൻ. ത്രിലോകേശൻ ഇപ്പൊ മഹാബലിയുടെ വീട്ടിലെ കാവൽ പടയാളിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ആരാ തോറ്റത്? വഞ്ചിക്കപ്പെട്ടതാരാണ്? ഭഗവാനാണ് എന്ന് അല്ലെ. കേരളക്കര മഹാവാമനാവതാര കാലത്ത് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പരശുരാമൻ ക്ഷത്രിയരെ കൊന്നൊടുക്കിയ പാപം തീരാൻ ഭൂമിദാനം പോരാതെ വന്നപ്പോൾ തൻ്റെ സ്രുവമെറിഞ്ഞ് കടലിൽ നിന്നും
ആ കേരളക്കരയെ ഉദ്ധരിച്ചു എന്നാണ്. പക്ഷേ കേരളക്കരയെ നമ്മൾ മഹാപുരുഷന്മാരുടെ ചരിത്രവുമായി ചേർത്ത് നമ്മളുടെ വരും തലമുറയ്ക്ക് ശ്രേഷ്ഠത കൈവരുത്താൻ വേണ്ടി പല കഥകളും ചേർത്താറുണ്ട്. അതിലാണ് നമ്മളുടെ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം, കള്ളപ്പറയും ചെറുനാഴിയും എന്നൊക്കെ നാടൻ പാട്ട് പ്രചാരത്തിലുണ്ടല്ലോ. ഓരോരുത്തരും മഹച്ചരിതങ്ങളായി കൂട്ടിക്കലർത്തി നാടിനെ ശ്രേഷ്ഠമാക്കാനും ജനങ്ങളെ പ്രബുദ്ധരാക്കാനും ഒരു ശ്രമം നടത്തുന്നു. വാമനാമൂർത്തി എവിടെ പോയത്? നർമ്മദാ നദീ തീരത്തുള്ള ഭൃഗുകച്ഛം എന്ന സ്ഥലത്ത് ബലിയാഗം നടത്തുന്ന യാഗശാലയിലേക്ക് പോയതായാണ് ഭാഗവതം പറയുന്നത്. പക്ഷേ എന്തായാലും ശ്രേഷ്ഠത അംഗീകരിക്കപ്പെടണം. അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാം നമ്മുടെ നാട്ടിൽ തന്നെയാണെന്ന്, അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടന്നതാണെന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനിക്കാം. ഏതായാലും മഹാബലിയുടെ ചരിത്രം നമുക്ക് ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ശരണാഗതിയാണ്, ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ തന്നെ സമർപ്പിക്കലാണ് ഉത്തമ ഭക്തി എന്ന്. എന്നിട്ട് പറയാണ് ഭഗവാൻ, അങ്ങയുടെ ശാസനയെ ലംഘിക്കുന്നവരെ എൻ്റെ ചക്രം സൂതൈശ്വരിയിലാണ്, എൻ്റെ ചക്രം അറുത്തു കളയുമെന്ന്. ഹേ അസുരാധിപ, ഞാൻ അങ്ങയെ എപ്പോഴും രക്ഷിച്ചുകൊണ്ട് ദർശനം അരുളുമെന്ന്. ദൈത്യ സംസർഗം കൊണ്ടായ ആസുരഭാവം എൻ്റെ ദർശനത്തോടുകൂടി ഇല്ലാതായിരിക്കുന്നു. ദർശനാദേവ, ദർശനം കൊണ്ട് തന്നെ ദർശനസ്യ ഫലം. ഭഗവാൻ പറഞ്ഞില്ലേ കുബ്ജയോട്, കുബ്ജ കയ്യിലുള്ള ചന്ദനമൊക്കെ എടുത്ത് ഭഗവാന്റെ ശരീരത്തിൽ കൂടെ പൂറ്റി കൊടുത്തപ്പോഴേ പറഞ്ഞു എൻ്റെ ദർശനം വൃഥാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കാലുകൊണ്ട് ആ കുബ്ജയുടെ കാലിനെ ചവിട്ടി താടി അങ്ങോട്ട് ഉയർത്തിയിട്ട് സുന്ദരി അല്ലെ ജഗത് സുന്ദരിയാക്കി മാറ്റി. അപ്പൊ ഭഗവാന്റെ ദർശനം പാഴായി പോവില്ല. ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് നമ്മുടെ മഹാബലിക്ക് കിട്ടിയത്. ഇത്രയും പറഞ്ഞു അല്ലെ. എങ്ങനെയാണ് മഹാബലിയുടെ സ്ഥാനം? ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ മഹാബലിയുടെ സ്ഥാനത്തിനെ പിടിച്ച് ഇന്ദ്രന് കൊടുത്തു. അതിനുശേഷം മഹാബലിക്ക് ഇന്ദ്രൻ പോലും അതിശയിക്കുന്ന സുതലം എന്ന സ്ഥാനവും കൊടുത്തു. അപ്പൊ പ്രഹ്ലാദൻ തന്റെ പൗത്രനോട് പറയാണ്, നേമം വിരിഞ്ചോ ലഭതേ പ്രസാദം ന ശ്രീഹി ന സർവഃ കിമുദാപരേതേ യന്നോ സുരാണാമസി ദുർഗപാലോ വിശ്വാഭിവന്ധ്യൈരഭിവന്ദിതംഗ്രീ. ഈ അനുഗ്രഹം ബ്രഹ്മദേവന് കിട്ടിയിട്ടില്ല, സാക്ഷാത് രമയ്ക്ക് ലക്ഷ്മി ദേവിക്ക് കിട്ടിയിട്ടില്ല, സർവൻ ശിവനും കിട്ടിയിട്ടില്ല. എന്നിട്ട് വേണ്ടേ മറ്റുള്ളവര്? വിശ്വവന്ധ്യരായാൽ പോലും വന്ദിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയ അങ്ങ് അസുരന്മാരായ ഞങ്ങളുടെ കോട്ടയ്ക്ക് കാവൽക്കാരനായിരിക്കുന്നു. കോട്ടയ്ക്ക് കാവൽക്കാരൻ. പ്രഹ്ലാദൻ സുതലത്തിൽ വേരക്കുട്ടിയോടുകൂടി വാണ് മറ്റുള്ളവർക്ക് സുഖം നൽകുക എന്ന് വാമനൻ പ്രഹ്ലാദനോട് അറിയിച്ചു. ഈശ്വരൻ സർവശരണ്യനാണ് എന്ന അന്തിമ സത്യം. അതാണ് നമ്മൾ അറിയേണ്ടത്. അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു. കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ. വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ. വിളിക്കൂ 9400124048. തീർത്ഥയാത്രയിൽ തിരക്കിലും തിരുവഴിയിലും ഒത്തുചേരാൻ വിശ്വാസത്തിന്റെ അടയാളം. കൂട്ടം തെറ്റിയവർക്ക് കരുതലായി അടയാളക്കോൽ. ദണ്ഡിക, ദൂരത്തുനിന്നും ദൃശ്യം. തീർത്ഥാടകരുടെ സുരക്ഷിത വഴികാട്ടി. ദണ്ഡിക. വിളിക്കൂ 9188182384 9400124048. ഭാഗവതഗംഗ ഒരുക്കുന്നു കൊങ്കണ ബ്രാഹ്മണരുടെ പുണ്യഭൂമിയിലേക്ക് ഒരു ഗോവൻ തീർത്ഥാടനം. ഗോവ പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തിൽ തകർന്ന പുണ്യയിടം, ഗോമേതകത്തിന്റെ നാട്. ഹൈന്ദവരാൽ സമ്പന്നമാണ് ഇന്ന് ഗോവ. പഞ്ചാര മണൽത്തിട്ടകളുള്ള കടൽ തീരങ്ങൾ. ഈ വേനലവധിക്കാലം മക്കളോടൊപ്പം ഇവിടെ ചിലവഴിക്കാം. ആദ്യ യാത്ര 2026 മാർച്ച് 27. തുടർന്ന് ഏപ്രിൽ 6, 16, 21, 29, മെയ് 5, 11. വിളിക്കൂ 9188182384. ഹരേ കൃഷ്ണ.
ഹരി ഓം. ഭാഗവത ഗംഗ ഒരുക്കുന്ന വൃന്ദാവൻ തീർത്ഥയാത്ര മെയ് മാസം മുതൽ ആരംഭിക്കുന്നു. രാജസ്ഥാനിലെ ആദിബദരി, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യയിടങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണ വൃന്ദാവൻ തീർത്ഥയാത്ര. വിളിക്കൂ 9412124048 9188182384.